قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ പുറത്തു തരികയും നമ്മുടെ ശിഷ്ടജീവിതം റബ്ബിൻ്റെ ത്വാഅത്തിലും ഇബാദത്തിലും തൃപ്തിയിലുമായി കഴിച്ചുകൂട്ടി ആരോഗ്യമുള്ള ദീർഘായുസ്സിന് ശേഷം ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് റജബ് 27 അഥവാ മിഅ്റാജ് ദിനം. റജബ് 27-ാം രാവ് അടുത്ത വെള്ളിയാഴ്ച രാത്രിയാണ്. 27-ാം ദിവസം അടുത്ത ശനിയാഴ്ചയാണ്. മിഅ്റാജിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ റജബ് 27 ശനിയാഴ്ചയാണ് നോമ്പ് അനുഷ്ഠിക്കുക. ഈ മിഅ്റാജിന്റെയും ഇസ്രാഇന്റെയും ഒക്കെ സന്ദേശങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന മാസമാണ് റജബ്. 5 വക്ത് നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം എന്ന് പറയുന്ന വലിയ സമ്മാനം നമുക്ക് നൽകപ്പെട്ടത് ഈ റജബിലാണ്. നിസ്കാരത്തിന്റെ വാർഷികം ഈ റജബിലാണ്. അതുകൊണ്ട് തന്നെ റജബ് നമ്മോട് വിളിച്ചു പറയുന്ന ചില ദിവ്യ സന്ദേശങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പരാമർശിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകൾ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നത് നിസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകളാണ്. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഇതുപോലെ ഒരു റജബ് മാസം 27-ാം രാവിനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ വലിയ ഒരു സമ്മാനം അത് അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന നബി തങ്ങളുടെ ജീവിതത്തിൽ ഐതിഹാസിക യാത്രയാണ്. മനുഷ്യനെപ്പോഴും യാത്ര ഒരു റിലാക്സേഷനാണ്. ടെൻഷനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക സമ്മർദ്ദങ്ങളും ഒരു മനുഷ്യനെ പിടിച്ചു കുലുക്കുമ്പോൾ, അവന്റെ മാനസികമായ അസ്വസ്ഥതകൾ അവനെ പിടിമുറുക്കുമ്പോൾ, ഈ അസ്വസ്ഥതകളിൽ നിന്ന് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഒരു തുറസ്സും ഒരു വിശാലതയും മനസ്സിന് സമാധാനവും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ടൂറ് പോയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അരങ്ങേറിയപ്പോൾ ഭൂമിയിൽ എല്ലാ നിലക്കും ക്രൂരമർദ്ദനങ്ങളും അക്രമങ്ങളും നബിതങ്ങൾക്ക് നേരെ വന്നപ്പോൾ നബിയെ അങ്ങയെ എതിർത്താലും ആര് കൈവെടിഞ്ഞാലും അങ്ങയെ ആകാശ ലോകത്തുള്ളവർ കൈവെടിഞ്ഞിട്ടില്ല എന്ന സന്ദേശവുമായി ആകാശ ലോകത്തേക്ക് പടച്ചതമ്പുരാൻ കൊണ്ടുപോവുകയും വളരെ മനോഹരമായ സ്വർഗത്തിന്റെ പറുദീസ കാഴ്ചകളും സ്വർഗത്തിന്റെ പ്രകൃതി രമണീയമായ പച്ചപ്പുകളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ വിഭവങ്ങളും അങ്ങനെ അപ്രാപ്യ കേന്ദ്രങ്ങളും പ്രാപഞ്ചിക വിസ്മയങ്ങളും കാണിച്ചു കൊടുത്ത് നബിതങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിന് സന്തോഷമായി നിർവൃതി അടഞ്ഞ് ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. ഈ യാത്ര ഉണ്ടായത് റജബ് 27-ാം രാവിന് അല്പമണിക്കൂറുകളെ കൊണ്ടാണ്. അത് അൽ മുഅ്ജിസ, സാധാരണ ഒരു മനുഷ്യന് സാധിക്കാത്ത വണ്ണം അശക്തനാക്കുന്ന അത്ഭുതങ്ങളായതുകൊണ്ടാണ് അത് വലിയൊരു മുഅ്ജിസത്തായത്. ഏതാവട്ടെ അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ചെറിയ നിരക്ക് സൂചിപ്പിക്കാം. ഇന്ന് ഞാൻ പറയുന്നത് മിഅ്റാജ് നമുക്ക് നൽകിയ സന്ദേശത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കൽ അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച കൊണ്ടാണ്. ഭാര്യ മരിച്ചു, നബിതങ്ങളുടെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായ വർഷത്തിന്റെ പേര് തന്നെ. പ്രവാചക ജീവിതത്തിലെ ദുഃഖവർഷം. താങ്ങും തണലുമാകേണ്ട പ്രിയപ്പെട്ട പ്രിയതമ സഹധർമ്മിണി വിട പറയുമ്പോൾ നബിതങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വാപ്പല്ല, 6 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മയും പോയി, വേറെ ആരുമില്ല. താങ്ങും തണലുമായത് പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം കൊടുത്ത ഭാര്യയായിരുന്നു. ആ പ്രിയതമ വിട പറഞ്ഞ വിഷമത്തിലും പ്രയാസത്തിലും ആദിയിലും നബിതങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് അല്ലാഹു തആല സന്തോഷമായിട്ട് റബ്ബിലേക്ക് കൊണ്ടുപോയി കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. നമുക്കും ഒരു കൂടിക്കാഴ്ചയുണ്ട് നിസ്കാരം. നബിതങ്ങൾക്കും സ്വഹാബികൾക്കും എന്തൊരു വിഷമങ്ങളും മാനസിക പ്രയാസങ്ങളും വരികയാണെങ്കിലും ആ മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് റിലാക്സേഷൻ കണ്ടെത്തൽ നിസ്കാരത്തിലൂടെ ആയിരുന്നു എന്നാണ്.
അപ്പൊ റിലാക്സ്, ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കുന്ന ഒരു മരുന്നാണ് നിസ്കാരം. പക്ഷെ നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്കത് ഭാരമായി. ഭക്തിയുള്ള ആളുകൾക്ക് മാത്രമാണ് നിസ്കാരം ആനന്ദമാവുക, അല്ലാത്ത ആളുകൾക്ക് അതൊരു വലിയ ഭാരം തന്നെ ആയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമായതുകൊണ്ടും നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മനസ്സിന്റെ താല്പര്യത്തോടു കൂടെയാകണം അല്ലാഹു തആലക്ക് നിസ്കരിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ വാങ്കൊടുത്തപ്പോ ദുഹറിന്റെ മുമ്പുള്ള ജുമാന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കരിക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷത്തോടു കൂടെയും ഹൃദയ സാന്നിധ്യത്തോടു കൂടെയും ഭക്തിയോടു കൂടെയും നിസ്കരിക്കണം. നമ്മളെ ഭാര്യയോടോ മക്കളോടോ ഒരു പണി പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ഒരു ഗ്ലാസ് ചായ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴേക്ക് അവര് മുഖം കറുപ്പിച്ചു, എനിക്ക് വേറെ കുറെ പണിയുണ്ട് മനുഷ്യ എന്നൊരു ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ അവരെ ബോഡി ലാംഗ്വേജ് നമ്മൾ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് മനസ്സിലായി. ഭാര്യയോടുള്ള ചായ ചോദിച്ചപ്പോ കുറെ പണി, അതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെ ചായ എന്നൊരു അർത്ഥത്തിൽ അവരെ ഭാവപ്രകടനം ഉണ്ടായാൽ നമ്മൾ പറയുന്ന വേണ്ട. നമ്മൾ സഹായം ചെയ്യാൻ മകളോടോ പെങ്ങളോടോ ഉമ്മയോടോ അല്ലെങ്കിൽ വൈഫിനോടോ ആവശ്യപ്പെട്ടു, എനിക്ക് കുറെ തിരക്കുണ്ട് എന്നൊരു അവസ്ഥ അവരെ മുഖത്ത് നിന്ന് മനസ്സിലായാൽ എന്നാ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഇഷ്ടമല്ലാതെ നമ്മൾ ഒരാളൊന്നും സ്വീകരിക്കൂല എങ്കിൽ നമ്മളെ നിസ്കാരങ്ങൾ 5 വക്ത് നിസ്കരിക്കണം. കടയിൽ തിരക്കുണ്ട്, ജോലിയുണ്ട്, പണിയുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ എന്താ കാട്ടുക, പക്ഷെ നിർബന്ധമാക്കിയേ കുറച്ചോ നരകത്തെ കൊടുക്കുക എന്ന് കരുതിയിട്ട് ഒരു കുടുങ്ങിയിട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടല്ലോ. ആ നിരക്കാണ് നമ്മളൊക്കെ നിസ്കാരം പടച്ചോന് സമർപ്പിക്കുന്നത്. അത് വേണ്ട വിധം സ്വീകരിക്കപ്പെടുകയില്ല. കാരണം നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ ഈ സംഗതി ഉമ്മാര് പറയും ഞാൻ നിസ്കരിച്ചെന്നാണ് കഴിഞ്ഞിട്ടേ. അപ്പൊ നമ്മൾ പറയും ശരി, നമ്മൾ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ കഴിച്ചിലായി. എന്തിനാ അറിയോ? നിസ്കരിച്ചോ എന്നുള്ള ആത്മനിർവൃതി കൊണ്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുള്ള വർത്താനല്ല, മറിച്ച് ഈ ശല്യാണ് തീർന്നല്ലോ എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ അത് സന്തോഷത്തോടെ നിർവഹിക്കാൻ കഴിയണം. അതാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ മുഅ്മിനൂൻ തുടക്കത്തിൽ ആയത്തിനെന്താ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു, മുഅ്മിനീങ്ങൾ വിജയിച്ചു. എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുള്ള, നിസ്കാരത്തിൽ നല്ല ഭക്തിയുള്ള നിസ്കാരക്കാര് അവർ പെർഫെക്റ്റ് ആണ്, അവർ ഓക്കെയാണ്, അവർ വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ എടുത്തു പറയാം. നിസ്കരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം. പലപ്പോഴും നമ്മുടെ നോട്ടം ക്ലിയർ അല്ല, സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം എന്നാണല്ലോ. ഒരേ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഹൃദയത്തിന് സാന്നിധ്യം കിട്ടും. ഭൗതികമായ ആ രീതിയെങ്കിലും നമ്മൾ സ്വീകരിക്കണ്ടേ, അതും സ്വീകരിക്കുന്നില്ല. നോട്ടം പലപ്പോഴും നേരെ പലതിലേക്കും പോകും. പിന്നെ എങ്ങനെ ഖുശൂഅ കിട്ടുക? ഒരേ പോയിന്റിലേക്ക് മാത്രം നമ്മളെ കാഴ്ച കൊണ്ടുപോയാൽ ഖുശൂഅ കിട്ടും, ഭക്തി കിട്ടും. പക്ഷെ നമ്മളെ ചിന്തയിൽ നിസ്കാരത്തിൽ പലതും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ഭക്തി ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ഖുലിക ഹലൂവാ, മനുഷ്യൻ അവൻ അക്ഷമനാണ്, ഒരന്തമില്ലാത്തവനാണ് മനുഷ്യൻ. പല മനുഷ്യന്മാരും പൊതുവെ അവൻ അക്ഷമനാണ്. ഖുർആൻ പറയാ ഇന്നൽ ഇൻസാന ഖുലിക ഹലൂവാ, തീർച്ചയായും മനുഷ്യൻ അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ കഥ എന്താ അറിയോ? ഇദാ മസ്സഹു ശർറു ജസൂആ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ വേഗം തൊട്ടവാടിയാവും, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ വേഗം തകരും. ഇദാ മസ്സഹു ശർറു ജസൂആ, ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ വേഗം പരിഭവിക്കും, ഒരു വേഗം ആവരാജ്യം വേവരാജ്യം പ്രയാസം ആകെ ഡൗൺ ആവും. ഇതാ മനുഷ്യന്റെ കഥ. പിന്നെയോ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഹൈറൊക്കെ കിട്ടിയാലോ ആർക്കും കൊടുക്കൂല, അത് ആർക്കും കൊടുക്കൂല. എന്റെ കുട്ടികൾക്കും എന്റെ പെണ്ണുകൾക്കും പരമ്പരക്കും ഇങ്ങനെ ഉണ്ടാക്കിക്കില്ല, കൊടുക്കൂല. ബുദ്ധിമുട്ട് വന്നാൽ വേഗം തകരും ചെയ്യും. എന്താ പടച്ചോ എന്നെ കൈവിട്ടോ ചിന്തിക്കും ചെയ്യും. ഇത് ഖുർആൻ പറയാം. പക്ഷേ ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരൊഴികെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തൊരു വിഷമം പ്രയാസം വരുമ്പോൾ നമ്മൾ ഡൗൺ ആവുന്നുണ്ടോ, നമ്മൾ നിസ്കാരക്കാരല്ല. നിസ്കാരൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥ നിസ്കാരക്കാരായി ആയിട്ടില്ല. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ,
നിസ്കാരം സലാം വീട്ടലോട് കൂടെ നിസ്കാരത്തിന് വിടുന്നില്ല. നിസ്കാരം കഴിഞ്ഞാലും ആ നിസ്കാരത്തിന്റെ ചാർജിങ് ഫുൾ ടൈം ഉണ്ടായിരിക്കണം. നമ്മള് മൊബൈല് കുത്തിവെക്കുമല്ലോ, റീചാർജ് ചെയ്യുന്നതിനാ? റീചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനല്ല, ആ ചാർജിങ് ഒരു ദിവസം ഫുള്ള് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കറണ്ടിന്റെ കാർ, ഇലക്ട്രിക്കൽ കാറും ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മള്. എന്തിനാ ചാർജ് ചെയ്യുന്നത്? ആ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓട്ടാനല്ല, ആ ചാർജ് ചെയ്തിട്ട് ആ ചാർജ് കൊണ്ട് പിന്നെ 100-300 കിലോമീറ്റർ ഓടണം. ഇതേപോലെ ഇപ്പൊ നിങ്ങൾ ളുഹർ നിസ്കരിച്ചാൽ അസ്ർ വരെ ഈ ചാർജിങ്ങിന് പോകണം. പക്ഷെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ പെണ്ണ് പോകണം നോക്കി പോവാണ്. കാരണം വേണ്ട വിധം ചാർജ് ആയിട്ടില്ല, ബാറ്ററി വീക്കാണെന്നർത്ഥം. ഖുർആൻ പറയാണ് ഈ നിസ്കാരത്തിൽ നിന്ന് ശരിക്കും ചാർജ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ കണ്ടു അബുദാബിയില് 4 മക്കൾ മരണപ്പെട്ട ഒരു പിതാവിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. മനുഷ്യന്റെ പരീക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കി. 4 ആൺമക്കളെ ഉള്ളൂ, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. 4 ആൺമക്കളും ഒരു അപകടത്തിൽപ്പെട്ട് ആ ചെറുപ്പക്കാരൻ അബ്ദുൽ ലത്തീഫിന്റെ നാട്ടിലാണ്, കീശേരി പുളിയക്കോട്. 4 ആൺകുട്ടിയോട് നഷ്ടപ്പെടുക. എത്രയായിരിക്കും ആ പിതാവിന്റെ വിഷമം, എത്രയായിരിക്കും ആ പിതാവിന്റെ ഉമ്മയുടെ ഒക്കെ സങ്കടം. 4 മക്കൾ ഒരുമിച്ച് മരിക്കാൻ. അപ്പൊ ഇനി സമാധാനം കൊടുക്കാൻ ഒരു സൈക്കോളജിസ്റ്റിനും കഴിയൂല, ഒരു കൗൺസിലിംഗ് കൊണ്ടും കഴിയൂല. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഹദീസും വേണ്ടത് ഉൾക്കൊണ്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പക്ഷെ ആ ചെറുപ്പക്കാരൻ സൗദിയിൽ പോയിട്ട് 10,000 ഹജ്ജിനേക്കാൾ കൂലി ഇത് ശ്രമിച്ച് പ്രതിഫലം ആഗ്രഹിച്ചാൽ പടച്ചോൻ കൊടുക്കും. ഒരുപക്ഷെ ആ മനുഷ്യൻ 10,000 ഖത്തം തീർത്ത കൂലി, ഒരു 10 പള്ളി ഉണ്ടാക്കി കൊടുത്ത കൂലി ഈ 4 മക്കളെ വിയോഗത്തിൽ സന്തോഷിച്ചാൽ അല്ലാഹു തആല കൊടുക്കും. എങ്ങനെ സന്തോഷിക്കുക? അത് ഈമാൻ കൊണ്ട് സന്തോഷിക്കാൻ കഴിയണം. അത് വലിയ പ്രയാസമാണ്. ആ ഒരു അവസ്ഥ അതാണ്. ആ ഒരു ഭൗതിക ചിന്ത അല്ലാതെ ദൈവിക ചിന്തയോടെ ആത്മീയ ബോധം കൊണ്ടാണ് മനസ്സിന് സമാധാനം ഉണ്ടാവുക. ആ സമാധാനം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സുബൈന്റെ ക്ലാസ് ഓതിയല്ലോ, വിദേശത്ത് മരണപ്പെട്ടാൽ എത്ര പ്രതിഫലം ഉണ്ട് എന്ന് ഹദീസുകൾ ഓതി. വിദേശത്ത് മരിച്ചതിന് വലിയ കൂലിയാ. നാട്ട് നിബിധങ്ങളെ മദീനത്ത് ഒരു സ്വഹാബി മരിച്ചു. ആ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ നിബിധങ്ങൾ പറയാണ്, ഈ മനുഷ്യൻ ജനിച്ച നാട്ടിൽ നിന്ന് മരിച്ചുപോയി, വേറെ നാട്ടിൽ പോയി മരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെയുണ്ട്? വിദേശത്ത് പോയി മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? നിബിധങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വേറെ നാട്ടിൽ പോയി മരിച്ചാൽ അവന്റെ ജന്മനാട്ടിൽ നിന്ന് മരിച്ച നാട്ടിലേക്ക് എത്ര വൈദൂരമുണ്ടോ അത്രയും ദൂരം അവർക്ക് സ്വർഗം കിട്ടുമെന്നും അവന്റെ ഖബർ വിശാലമാക്കപ്പെടുമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടി മരിച്ചാൽ അപ്പൊ തന്നെ സ്വർഗത്തിൽ അവനക്ക് അല്ലാഹു ഒരു വീട് പരിപൂർണമാക്കി കൊടുക്കുകയും ആ വീടിന് അല്ലാഹു ബൈത്തുൽ ഹംദ് എന്ന് പേര് നാമകരണം ചെയ്ത് അവനക്ക് വേണ്ടി അവിടെ നിക്ഷേപിക്കുകയും ചെയ്യുമെന്നും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയുടെ ഹദീസാണ്. ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോൾ സമാധാനം ഉണ്ടാകും. അപ്പൊ ആ ഒരു ചിന്ത, എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും. കഴിഞ്ഞ ദിവസം മഞ്ചേരിക്കാരായ 4 ആൾക്കാർ അങ്ങ് സൗദിയിൽ വെച്ച് മരണപ്പെട്ടു. 45 ആള് ഉംറ കഴിഞ്ഞു പോകുമ്പോൾ ഹൈദരാബാദ് 2 മാസം മുമ്പ് മരണപ്പെട്ടു. ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് കുലുങ്ങുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനല്ല, യഥാർത്ഥ ഈമാൻ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഖുർആൻ പറയാം. ഒറിജിനൽ നിസ്കാരക്കാരാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. നോക്കൂ, ഖുർആൻ പറഞ്ഞത് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യൻ അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ ഇദാ മസ്സഹു ശർറു ജസൂഅ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അവൻ പരിഭവിക്കും, ടെൻഷൻ അടിക്കും. പിന്നെയോ വൈദാ മസ്സഹുൽ ഖൈറു മനൂഅ, വല്ല ഖൈറും കിട്ടുകയാണെങ്കിൽ ആർക്കും കൊടുക്കൂല. പക്ഷെ ഈ ചീത്ത സ്വഭാവം ആർക്കുണ്ടാവില്ല? ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കുണ്ടാവുകയില്ല. എങ്ങനത്തെ നിസ്കാരക്കാര്? സലാം വീട്ടിയ മൂട് തട്ടി പോവല്ല, ആ നിസ്കാരത്തിന്റെ ഊർജം പിന്നെ ഉണ്ടാവും. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും എപ്പോഴും അവർ നിസ്കാരത്തിൽ തന്നെയായിരിക്കും. സലാം വീട്ടിയാലും ഉള്ളിൽ ആ നിസ്കാരത്തിന്റെ കട്ടിയും ഘനവും, ആ നിസ്കാരത്തിന്റെ ഗാംഭീര്യവും നിസ്കാരത്തിന്റെ ഊർജവും അവർക്കുണ്ടാവും. അതുകൊണ്ട് മരിക്കണതിന് മുമ്പെങ്കിലും ആത്മനിർവൃതിയോടുകൂടെ 2 റക്അത്ത് നിസ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ നിസ്കാരത്തിന്റെ ഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഇലാഹിലേക്കുള്ള ഒരു യാത്രയാണ്. അള്ളാഹുവിലേക്ക് നബി തങ്ങൾ ഇസ്രാ മിഅ്റാജിന് ആകാശ ലോകത്തേക്ക് പോയല്ലോ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോയപ്പോ നബി തങ്ങളെ ഹൃദയം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയത് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. ഹൃദയം ശുദ്ധിയാക്കിയിട്ട് റബ്ബിനെ കാണാൻ പോകുന്നത്. അപ്പോ നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോഴും വുളൂ ചെയ്യുന്നത് കൈയും നമ്മുടെ കാലും നമ്മുടെ കണ്ണും പൊടിയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വൃത്തിയാക്കാനല്ല. നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകൊണ്ടുള്ള ഹറാമിൽ
ഹറാമിന്റെ നോട്ടല്ലേ? മുഖം കഴുകുമ്പോ കണ്ണിന്റെ തെറ്റുകളെ തൊട്ടുള്ള തൗബ കഴുകി വൃത്തിയാക്കലാണ്. നമ്മുടെ കൈ കഴുകുമ്പോ കൈ കൊണ്ട് തൊട്ടതും പിടിച്ചതും ടാച്ച് ചെയ്തതും ഹറാമുകൾക്ക് നമ്മുടെ കൈ എത്രത്തോളം പോയോ അതിനെ തൊട്ടുള്ള തൗബയാണ്. കാല് കഴുകുമ്പോ കാല് കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയതിനെ തൊട്ടുള്ള തൗബയാണ്. ചെവിയിൽ നമ്മൾ വെള്ളം കൊണ്ട് തടവുമ്പോ ചെവി കൊണ്ട് ഹറാമുകളും ദൈവത്തുകളും നുണകളും ഫിത്നകളും ഏഷണിയും പരദൂഷണവും കേട്ടതിനെ തൊട്ടുള്ള തൗബയാണ്. ചുരുക്കി പറഞ്ഞാൽ വുളു എന്ന് പറയുന്ന ഈ ആബ്ലൂഷൻ പ്രോസസ് അത് പൂർണ്ണമായിട്ട് ഒരു ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ ആണ്. നമ്മുടെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയോടുകൂടെ നമ്മൾ സംശുദ്ധരായി നിസ്കരിക്കാൻ കയറുമ്പോൾ റബ്ബ് എന്ന ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഭൗതികമായ വിഷമങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസികൾക്ക് ഉണ്ടെങ്കിലും അതിലെല്ലാം അല്ലാഹു എനിക്കൊരു നാളെ ഖൈർ നൽകുമെന്നും എന്ന് ചിന്തിക്കണം. ഒരു ഡ്യൂട്ടി ഇങ്ങനെയൊക്കെ കച്ചവട സ്ഥാപനത്തിൽ ഒരാളെ പണിക്ക് നിർത്തുകയാണെങ്കിൽ യോഗ്യത നോക്കും. എനിക്ക് യോഗ്യത ഉണ്ടോ? ഒരു പള്ളിയിലെ ഖത്തീബാകാൻ നോക്കുകയാണെങ്കിലും ഖാദിയാകാൻ നോക്കുകയാണെങ്കിലും അല്ലാക്കാകാൻ നോക്കുകയാണെങ്കിലും ഇനി കോളേജിൽ അധ്യാപകനാക്കാൻ നോക്കുകയാണെങ്കിലും ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അല്ലെ? ഒരു ഇന്റർവ്യൂ സെൽഫ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സ്വന്തം ഇങ്ങനെ അവന്റെ ഡാറ്റ നോക്കും, CV നോക്കും, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം യോഗ്യത ഉണ്ട്, അവൻ ലാംഗ്വേജ് എത്ര ഫ്ലുവന്റ് ആണ്, അവൻ എത്രത്തോളം എമിനൻസി ഉണ്ട്, കഴിവുണ്ടോ, അവന് പഠിച്ചിട്ടുണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഒക്കെ പരിശോധിക്കും. ഇവിടെ ജോലിക്ക് നിർത്താൻ, ഇവിടെ ഇങ്ങോട്ട് കയറ്റാൻ അവന് യോഗ്യനാണോ എന്ന് പരീക്ഷിച്ചിട്ട് എക്സാം നടത്തിയിട്ട് അവനക്ക് ജോലി കൊടുക്കുള്ളൂ. ഇതേപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് കടത്തണമെങ്കിൽ അള്ളാഹു ചില യോഗ്യത ഉണ്ടോ നോക്കും. അവന് ക്ഷമണ്ടോ, തവക്കുലുണ്ടോ, ഈമാനുണ്ടോ, ഇവൻ പരീക്ഷിക്കുമ്പോ അവൻ പതറുന്നുണ്ടോ, റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ സംതൃപ്തി അടയുന്ന തവക്കുൽ അവനക്കുണ്ടോ എന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കണമെങ്കിൽ ആ പരീക്ഷണം ഉണ്ടാണല്ലോ. ആര് പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല? അങ്ങനെ ചിന്തിക്കരുത്. ഏത് വല്ല മുതലാളിയും കോടീശ്വരനും സമ്പന്നനുമാണെങ്കിലും അവർക്കുണ്ടാവും വ്യക്തിപരമായി, സാമ്പത്തികപരമായി, കുടുംബപരമായി പല നിരക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അത് യോഗ്യത പരിശോധിക്കുക, അത് നമ്മുടെ പ്രാപ്തി പരിശോധിക്കാൻ, നമ്മുടെ കഴിവ് പരിശോധിക്കാൻ. അങ്ങനെ ഞാൻ പരീക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യനെ ബുദ്ധിമുട്ടിലായിട്ടാണ് ഞാൻ പഠിച്ചത്. അതാണ് അള്ളാഹു മനുഷ്യനെ വേദനകൾക്ക് വേണ്ടിയാണ് പഠിച്ചത്. നീ അള്ളാഹ്ക്ക് മലക്കാറുണ്ടല്ലോ. ഇതൊക്കെ ഒരു യഥാർത്ഥ നിസ്കാരക്കാർക്ക് കിട്ടേണ്ട ആത്മീയ ബോധമാണ്, ആത്മബോധമാണ്. അതുകൊണ്ട് മിഅ്റാജ് റബ്ബിലേക്കുള്ള യാത്രയായിരുന്നുവെങ്കിൽ നമ്മുടെ നിസ്കാരം അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് റബ്ബിലേക്കുള്ള യാത്രയാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ നമുക്ക് ഒന്നുമല്ലാതെയാക്കാൻ നമ്മുടെ ഈമാൻ കൊണ്ട് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഅ്റാജ് അടുത്ത വെള്ളിയാഴ്ച രാത്രിയാണ്. മിഅ്റാജിന്റെ രാവ്, മിഅ്റാജിന്റെ സന്ദേശവും മിഅ്റാജിന്റെ ചരിത്രമൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. നിസ്കാരത്തിന്റെ വാർഷികമാണ്, നിസ്കാരത്തിൽ ഖുശൂഅ് വേണം. കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അധികരിപ്പിക്കണം. സുന്നത്തുകളൊക്കെ നമുക്ക് വളരെ നഷ്ടപ്പെട്ടു പോവാണ്. നമ്മൾ ഫർള് മാത്രം എടുത്തു പോവാണ്. ഫർളിലുണ്ടാകുന്ന കുറവുകളും ന്യൂനതകളൊക്കെ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടും. പക്ഷെ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നില്ല. നിസ്കരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിന്റെ നിസ്കാരങ്ങളൊക്കെ കോലത്തിലേ ഉള്ളു കേട്ടോ. അവസാന നാള് എന്റെ ഉമ്മത്തി എല്ലാ വൃത്തികേട് ചെയ്താലും അവർ നിസ്കാരം ബാക്കി ഉണ്ടാകും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല മനുഷ്യനാണ്, 5 പള്ളിയേക്ക് നിസ്കരിക്കാൻ വരലുണ്ട് എന്ന് പറഞ്ഞിട്ടേ ആ നിസ്കാരം നോക്കിയിട്ടും വലിയ പെർഫെക്റ്റ് ആണ്, ആൾ ഉഷാറാന്ന് മാർക്കിടാൻ നിൽക്കണ്ട. ഓന്റെ അടുത്ത് എല്ലാ ചതിയും വഞ്ചനയും എല്ലാ ഹംകുത്തരം ഉണ്ടെങ്കിലും നിസ്കാരം നമുക്ക് ഉണ്ടാവും. അവസാന നാളിൽ ഇസ്ലാമിന്റെ മുഴുവൻ ചിഹ്നങ്ങളും തകർന്നു പോയാലും, ഇസ്ലാമിന്റെ മുഴുവൻ മാർഗങ്ങളും അവിടെ നിന്ന് ചോർന്നു പോയാലും നിസ്കാരം എനിക്കുണ്ടാവും, നിസ്കാരം എനിക്കുണ്ടാവും. അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളതൊക്കെ നിൽക്കുക ഇരിക്കുക എന്ന രൂപത്തിൽ നിക്കരിക്കലായി മാറിയിരിക്കുകയാണ്. നിസ്കാരമല്ല നമ്മുടേത്, നിക്കരിക്കലാണ്. നിൽക്കുക ഇരിക്കുക എന്നുള്ളത് മാത്രമായി മാറി. ഒരു കാമുണ്ടാവണം, നമുക്ക് എഞ്ചിൻ ഉണ്ടാവണം. വെറും ബോഡി മാത്രമുള്ള നിസ്കാരത്തിന്റെ കോല മാത്രത്തിലാവാതെ ഈ പരിശുദ്ധമായ റജബ് നമ്മൾ റമദാനിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഈ റജബിൽ നമ്മൾ തഖ്വയൊക്കെ സ്വരൂപിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെയുള്ള ഒരു പശ്ചാത്താപത്തിലൂടെ നമ്മൾ ആത്മാവ് സംസ്കരിച്ചുകൊണ്ടായിരിക്കണം റബ്ബിലേക്ക് വിശുദ്ധ റമദാൻ എന്ന കവാടത്തിലൂടെ കയറാൻ നമുക്ക് സാധിക്കേണ്ടത്. ഈ പരിശുദ്ധമായ റജബ് നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഒരുപാട് വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുത്തനബിതങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടപ്പോൾ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങിപ്പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരവധി വിഷമങ്ങൾക്ക് നടുവിലൂടെയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇനി വ്യക്തിപരമായി കുടുംബപരമായി
സാമ്പത്തികപരമായി എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതായത് അള്ളാഹു എന്ന ചിന്ത കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതിനാ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. 4 മക്കൾ മരണപ്പെട്ട അബ്ദുൽ ലത്തീഫിനും സമാധാനം കൊടുക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല, ഒരു നിരീശ്വരവാദിക്കും സാധ്യമല്ല. അവിടെയാണ് സ്വർഗമുണ്ടെന്നും നമുക്ക് അള്ളാഹു തആല വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ വണ്ണവും എണ്ണവും ഒക്കെ മനസ്സിലാക്കിയാൽ അവന് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറപറക്കും. ഏത് ദുഃഖിച്ചിരിക്കുന്നവനും സമാധാനം അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. ആ ദിക്ർ ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ വേദനകൾ സന്തോഷത്തിന്റെ സിഗ്നലുകളാണ്. വേദനകൾ സന്തോഷത്തിന്റെ സിഗ്നലുകളാണ്. എന്റെ നാട്ടുകാരൻ പുളിയക്കോട് അബ്ദുൽ ലത്തീഫിന്റെ 4 മക്കൾ അപകടത്തിൽ മരണപ്പെട്ടു. ചേതനയിട്ട് കിടക്കുന്ന മയ്യത്തുകൾ, മിണ്ടിയും കണിയും പൂതി തീരണതിന് മുമ്പ് കൊഴിഞ്ഞു പോയ ആ പാവപ്പെട്ട കുടുംബത്തിലെ പുഷ്പങ്ങൾ, അല്ലെങ്കിൽ വിടരാതെ പോയ പൂമുട്ടുകൾ, അവരെ ഓർത്തവർക്ക് വിഷമമുണ്ടാകുമെങ്കിലും അതൊരു വേദനയാണെങ്കിൽ അതൊരു സന്തോഷത്തിന്റെ സിഗ്നലാണ്. എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു പെൺകുട്ടിയെ ലേബർ റൂമിലേക്ക് പ്രസവത്തിന് വേണ്ടി നമ്മൾ കയറ്റിയാൽ, അഡ്മിറ്റ് ചെയ്താൽ, ലേബർ റൂമിൽ 2 ദിവസം നമ്മുടെ മകള് കടന്നിട്ടും ഡോക്ടർ പറയാണ് ഓക്ക് വേദന അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ വിഷമിക്കും, പക്ഷേ കുഞ്ഞുമോക്ക് വേദന ഉണ്ടോലോ, എല്ലാവരും ഇങ്ങനെ ഇടങ്ങേറെ വേദന ഉണ്ടോലോ. അപ്പൊ ചെറിയ കുട്ടി ചോദിക്കാണ്, ഉമ്മച്ചി ഓക്ക് വേദന ഉണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്, സന്തോഷിക്കല്ലേ വേണ്ടത്? കുട്ടിക്ക് അറിയില്ലല്ലോ, ഗർഭിണിക്ക് വേദന ഉണ്ടാകുമ്പോഴാണ് സുഖപ്രസവം ഉണ്ടാവുക എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. അപ്പോഴാണ് ലേബർ റൂമിന്റെ വാതിൽ തുറന്നിട്ട് നെയ്സ് പറഞ്ഞത്, ആരാണ് കുഞ്ഞുമോടമ്മ, ആരാ റുക്കിയാന്റെ പാത്തുമ്മാന്റെ അമ്മ, ഓക്കിപ്പോ വേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പണ്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും സന്തോഷത്തോടെ പറയും, അൽഹംദുലില്ലാ ഓക്ക് വേദന ഉണ്ടോലോ, ഇപ്പൊ ഹാപ്പിയായി. കാരണം എന്താ? ഈ വേദന സുഖപ്രസവത്തിന്റെ സിഗ്നലാണ്. ഈ വേദന സുഖപ്രസവത്തിന്റെ അടയാളമാണ്. വേദന ഇല്ലെങ്കിൽ അത് സിസേറിയന് വേണ്ടി വരും, കീറി മുറിക്കേണ്ടി വരും. ഈ പെൺകുട്ടിക്ക് വേദനയുണ്ടെന്നറിയുമ്പോ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം എന്തിനാണെന്നറിയോ? വേദനയുണ്ടെങ്കിൽ സുഖപ്രസവം സാധ്യമാകും എന്നുള്ളതാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർക്കും സ്വാലിഹീങ്ങൾക്കും രോഗങ്ങളും വിഷമങ്ങളും വരുമ്പോ ആഖിറത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിന്റെ സിഗ്നലായി കണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. അതായത് നാം ബുഖാരിയുടെ ഹദീസ് ഓതിയത്, ഒരു കുട്ടി മരണപ്പെട്ടാൽ, ഒരു വാപ്പയുടെ കുട്ടി മരണപ്പെട്ടാൽ അല്ലാഹു തആല ആ കുട്ടിയുടെ റൂഹുമായി പോകുന്ന മലക്കുകളോട് ചോദിക്കും, അല്ല മലക്കുകളെ, അവന്റെ കരളിന്റെ കഷ്ണമായ പൊന്നുമോന്റെ റൂഹല്ല നിങ്ങൾ കൊണ്ടുവരുന്നത്? അതേ പടച്ചോനെ. അവൻ എന്താ അവൻ പറഞ്ഞത്? ഹമീദൊക്കെ പടച്ചോൻ ഹാപ്പി ആയിട്ടുണ്ടോ? ഓന്റെ കുട്ടിയെ പിടിച്ചപ്പോ, അവന്റെ കുട്ടിയുടെ റൂഹ് പിരിച്ചെടുത്തപ്പോ അവനക്ക് ഹമീദൊക്കെ അൽഹംദുലില്ലാ സന്തോഷമായിട്ടുണ്ട്, ഓൻ ക്ഷമിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു പറയും, ഇബ്നു ലഹു ബൈതൻ, ഓൻക്ക് സ്വർഗ്ഗത്തിൽ പെരണ്ടാക്കി കൊടുക്കുക. അപ്പൊ തന്നെ ഓർഡർ ഇടുന്ന ബുഖാരിയുടെ ഹദീസാണ്. അപ്പോ ഗർഭിണിയുടെ പ്രസവത്തിന്റെ വേദന വരുമ്പോൾ സുഖപ്രസവത്തിന്റെ ലക്ഷണമായി സന്തോഷിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ, വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു സന്തോഷത്തിന്റെ സിഗ്നലുകളാണ്. വിശ്വാസി ദുഃഖിക്കേണ്ടതില്ല, വിശ്വാസി സങ്കടപ്പെടേണ്ടതില്ല. ദുഃഖിക്കണ്ട, നാഥൻ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅന. ഈ സന്ദേശമാണ് മിഅ്റാജ് നൽകിയത്. നബിയെ, ദുഃഖിച്ചിരിക്കുന്ന അങ്ങയെ ആര് കൈവിട്ടാലും ആകാശത്തുള്ള ഞാൻ കൈവിടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 1-2 ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പ്രസവ സംബന്ധമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിട്ട് വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. 2ാമത്തെ പ്രസവമാണ്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല ദിവസത്തിന്റെയും ഈ മാസത്തിന്റെയും ഹക്ക് കൊണ്ട് ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യന്റെ ആമീന്റെ ബർക്കത്ത്